Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ചീസ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ചീസ് പൊറോട്ട വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മൈദമാവിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് നമ്മുടെ മാവ് കുഴഞ്ഞ് കിട്ടണം. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ചീസ് പൊറോട്ട തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് വലിയ ബോൾസ് തന്നെ തയ്യാറാക്കിയെടുക്കണം. കാര്യം നമുക്ക് ചീസ് ഇതിനുള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരുവിധം വലിപ്പമുള്ള ബോൾസ് തയ്യാറാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബോൾസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചീസാണ്. ഞാനിവിടെ ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചീസ്, പിന്നെ കുറച്ച് മൈദമാവ്. നമുക്കിതൊന്ന് പരത്തുമ്പോൾ ഡസ്റ്റ് ചെയ്തിടാൻ വേണ്ടി കുറച്ച് മൈദമാവും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യമേ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിന് നടുവിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് ചീസ് വെച്ച് കൊടുക്കാം. നടുഭാഗത്തായിട്ട് വേണം ചീസ് വെക്കാനായിട്ട്. 1 ടേബിൾ സ്പൂണോളം ചീസ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് 4 ഭാഗത്തു നിന്നും ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ടിത് മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ മൈദാമാവ് ചേർത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചപ്പാത്തിയുടെ റോള് നടുവിൽ നിന്ന് പൊട്ടിപ്പോവരുത്. ചപ്പാത്തി പരത്തുന്ന ഭാഗത്തു നിന്ന് പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പൊട്ടിപ്പോകണമെങ്കിൽ ചീസ് പുറത്തേക്ക് വരും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാകത്തിന് പരത്തിയെടുക്കുക. നമ്മുടെ ചീസ് പൊറോട്ട പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലിട്ട് ഒന്ന് ചുട്ടെടുക്കണം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ചീസ് പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് ചുട്ടെടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്ത് 2 ഭാഗത്തും തേച്ചതിന് ശേഷം ചുട്ടെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാൽ ചപ്പാത്തി കരിഞ്ഞു പോകും. നമ്മുടെ ചീസ് ഉള്ളിൽ മെൽറ്റ് ആവേയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ചീസ് പൊറോട്ട പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചീസ് പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള പൊറോട്ട തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കീറി നോക്കുമ്പോൾ തന്നെ അറിയാം ഉള്ളു നല്ല ചീസി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ള ചീസ് പൊറോട്ടയും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.